ഒരാളെ കടിച്ചു കൊല്ലുന്നു. അപ്പൊ വനമന്ത്രി അയക്കുന്ന കടുവയല്ല കടിച്ചു കൊല്ലുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഗവൺമെന്റിന്റെ ഒരു അനാസ്ഥ അവിടെ വന്യമൃഗശല്യം തടയാൻ ഒരു നടപടി എടുത്തില്ല. അപ്പൊ അവിടെ പ്രതിഷേധം ഉണ്ടാവും. ഇതൊക്കെ നാച്ചുറൽ അല്ലേ? കേരളത്തിൽ എവിടെയും ഇല്ലാത്തത്. ഇത് എല്ലാ സ്ഥലത്തും കേരളത്തിൽ എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ടാവും. നിങ്ങൾ ഈ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കുചെയ്യും. ആളുകളുടെ പ്രതിഷേധമാണ്, സങ്കടമാണ്, നിരാശയാണ്, വിഷമമാണ്, ആ കുടുംബത്തോടുള്ള സഹതാപമാണ്, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തോടുള്ള ഇതാണ്. അപ്പൊ എല്ലാം മനുഷ്യരിൽ അവരുടെ മനസ്സിൽ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം എന്തിനാണ് ഒരാളെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത്? ആനയോടുള്ള പ്രതിഷേധമാണോ? ആനയോടുള്ള പ്രതിഷേധമാണ്, ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ്. ഭരണകൂടം പ്രൊട്ടക്ട് ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത്, സർക്കാർ ഇല്ലായ്മ. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കും. ഇവിടെ ആ സർക്കാരിന്റെ സാന്നിധ്യം ഇല്ല, സർക്കാർ ഇല്ലായ്മയാണ്. അതാണ് പ്രശ്നം. ഇതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ്. വേറെ ചോദ്യം വേറെ ചോദ്യം ഞാൻ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്നു വേറെ ഒരു മാധ്യമ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിലും UDFന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ആ കൈരളിയും ദേശാഭിമാനി ഇത് തൃക്കാക്കര ഇലക്ഷൻ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. കുറെ പേരങ്ങോട്ട് വരിക, എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല. നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. 50 മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനത്തെ 10 മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് എണീറ്റ് പോകുന്ന രീതി അല്ല എന്റെ. ഇത്ര നേരം ചോദിച്ച ഈ ചോദ്യമുള്ളൂ, ഇനി ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് മറുപടി ഇല്ലെന്ന്. നിങ്ങൾ 5 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എന്റെ അടുത്ത് വിലപ്പോയില്ല. മനസ്സിലായേ? അതുകൊണ്ട് അത് വേണ്ട. പ്രമുഖരുണ്ട്, അവര് നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും. എന്നിട്ട് ഈ ചിതറിത്തെറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കുക. ഈ ആശാ വർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരാരും പോയില്ലല്ലോ. ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്, ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്കാദമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ. ഞാൻ അദ്ദേഹത്തെ തൊഴിലയോടുകൂടി നമസ്കരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല, പക്ഷെ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാടുണ്ട്. ആ വ്യക്തമായ നിലപാടെടുത്തു. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ. മല്ലിക സാരാഭായി LDF കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയതാണ്. അവരൊരു നിലപാടെടുത്തു. അവരുടെയൊക്കെ രാഷ്ട്രീയം പറയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം. പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യും. സാറ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായിട്ട് എത്ര പേരുണ്ട്. അന്നൊന്നും കാണാത്ത ആളുകളാണ് തെരഞ്ഞെടുപ്പായി പരിഹരിക്കുക. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല, ഇവരൊന്നും കാണൂല, കണ്ണടയ്ക്കും. LDF ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് വരും. അല്ല, ആയിരിക്കാം. LDFും CPM-ഉം BJP-യും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത്. രണ്ടാമത് അത് BJP-ക്കെതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു. അപ്പൊ UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോയില്ല. BJP വോട്ട് അല്ല, അവര് തമ്മിൽ ധാരണ ഉണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ സാർ. അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല. ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ചെയ്യും. കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും 1 മാസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് PT തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടിയായി 25,000 ആയത്. അന്ന് ഇത്രയും മന്ത്രിസഭ വഷളായിട്ടില്ല. അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല. കാരണം തുടർ ഭരണത്തിന്റെ
ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷി. ഇനിയിപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ നിന്നോട്ടെ, സന്തോഷം. ഇത് നിങ്ങളല്ലേ തീരുമാനിക്കുക. അദ്ദേഹത്തിന്റെ ഈ വാഹന പ്രചാരണത്തിലൊക്കെ കാണാൻ കഴിയുന്നത് പിണറായി സത്യത്തിനെതിരെയും അതുപോലെ തന്നെ വി.ഡി. സതീഷിനെതിരെയും വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആ ചാപ്റ്റർ അടച്ച. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചോദ്യം ചോദിക്കാം. നിങ്ങൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. 2 ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട്. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത്? ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചത്, സ്വന്തമായ തീരുമാനം. രാജിവെച്ചു അല്ലെ, ഒരു തീരുമാനം ഉണ്ടാവില്ല. എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെട്ടു. രാജ്യത്തിന് ചെലവ് അല്ലെ, നാടിന് ചെലവ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവ്, ഒരുപാട് പേരുടെ അധ്വാനം. എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കാം. എന്നാ പിന്നെ രാജിവെക്കണ്ടായിരുന്നല്ലോ. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ? നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LDF ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നതാണ്. മനസ്സിലായി? അങ്ങനെ ഒരു സതീശനിസമില്ല. ഒരു UDF ഇസമുണ്ട്. ഒറ്റയ്ക്കൊരു നിലപാടില്ല. മനസ്സിലായില്ല? പിണറായി അവിടെ ചിലപ്പോ അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ എന്ന് പറയും. ഇവിടെ വി.ഡി. സതീശൻ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഈ ചെറുപ്പക്കാരനായ VSOE പോലും ചോദ്യം ചെയ്യും. സതീശനെ ചോദ്യം ചെയ്യും. അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും. അതാണ് UDF ഉം കോൺഗ്രസും ഒക്കെ. അതുകൊണ്ട് സതീശനിസമല്ല, UDF ഇസമുണ്ട്. UDFിനൊരു ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? ഈ ഒരു പകുതി കഴിയുമ്പോൾ BJPയുടെ പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പ്. ഇത് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. CPM-ഉം LDF-ഉം UDF-ഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഞങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. ഒരു തരത്തിലുമില്ല. അവർ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കാനുള്ള. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ 20 സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ്. അതൊക്കെ വെറുതെ കള്ളക്കഥകളാണ്. അവരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അവരുടെ ചർച്ച ആ കാര്യത്തെ പറ്റി. അത് പച്ചക്കള്ളാണ്. നിരുപാധികമായ പിന്തുണയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി. ഞങ്ങൾ അല്ല, അവര് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു. കാരണം കോൺഗ്രസ് ദുർബലമാകരുത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത്, കോൺഗ്രസ് ശക്തിപ്പെടുത്തണം. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർ ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു. CPM കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ അവരെങ്ങനെ വർഗീയത? അല്ലെ എന്റെ ചോദ്യം. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. അവർ CPM-നെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അവർ വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അവര് പിന്തുണയ്ക്കുന്നു ഒരാള്. അല്ലല്ല, അത് CPM-ന് പിന്തുണ കൊടുത്തപ്പോ അതുണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവര് അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അത് അവര് തന്നെ അങ്ങനെ അല്ലാന്ന് അവര് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ലേ, അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ, ഇപ്പൊ ഇല്ലല്ലോ. അല്ല, അതിപ്പോ UDF-ന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ല. LDF-ന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല.
അല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ. അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നില്ല. അപ്പൊ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ, നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്നല്ലോ, ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ തരുന്നത്. ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. മുന്നണിക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ. ഞാൻ ഇന്നൊരു കാര്യം പറയും. ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു. രാഷ്ട്രീയ വിശാല ഹിന്ദു മുന്നണി LDF പിന്തുണ കൊടുത്തത്. നിങ്ങൾ ആ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക, അതെന്താണ് വിശാല ഹിന്ദു മുന്നണി LDF പിന്തുണ കൊടുത്തത്? ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാസഭ ആർക്കാ പിന്തുണ കൊടുത്തേക്കണം? അത് നിങ്ങൾ ആരും ചോദിക്കണമല്ല. നിങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിക്കാറില്ലല്ലോ. ഞങ്ങൾ മതേതര നിലപാടിൽ നിങ്ങള് കൈരളിയുടെ ലേഖൻ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. വ്യക്തമായ അല്ല, ഞാൻ പറഞ്ഞ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. ഇപ്പം നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോ അവര് വർഗീയവാദി, അതുവരെ മതേതരവാദി. ഞാൻ പറഞ്ഞല്ലോ, 6 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോ LDFനായിരുന്നു അവരുടെ പിന്തുണ. LDFന് ഞാൻ ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. കാരണം LDFന് പുറത്തു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം LDFന് പിന്തുണ കൊടുക്കുന്നു. അവർക്ക് LDFനോടായിരുന്നു ആഭിമുഖ്യം. എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. എത്രയോ മത സംഘടനകൾ, എത്രയോ കക്ഷികൾ, ചെറിയ പാർട്ടികൾ, എത്ര പേര്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണ. UDF ഗൂഢാലോചന, പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിഞ്ഞതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു. പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി. മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. പിൻവലിച്ച് മാപ്പ് പറയാം, നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയാം. തെറ്റായ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ. പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത്. അതിനെ പിന്തുണച്ച, ഗൂഢാലോചന വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയാം. ഇന്നിപ്പോ അത് പോയപ്പോ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സാധനമായിട്ട് ഇറങ്ങിയിരിക്കുക. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള UDFന്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണമായി സാക്ഷാൽ ഗോവിന്ദൻ പിന്നെയും വന്നിരിക്കുക. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും വെൽഫെയർ പാർട്ടിയെ കുറിച്ചും. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയെ. പിണറായി വിജയൻ പറഞ്ഞാണ്. ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. ജമാഅത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ 2011 ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട്. എന്നെ കാണാൻ അവർ തലയിൽ മുന്നിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. ഇനി അതുപോലെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി
അത് 2011 തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPM നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത്. ഇനി വിവാദങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്, ചർച്ച നടത്തിയത്. ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടിപ്പെടുന്നത്? ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി പിന്നീടുണ്ടാകും എനിക്കെതിരെ. കാരണം എന്താ? അവർ LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അവര് 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം, വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോൾ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPM പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPM പിന്തുണ പിൻവലിച്ച് UDF പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയാണ്. ഇതാണ് സ്ഥിരപരിപാടി. ഇനി ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDF പിന്തുണ കൊടുത്തതിനാണ് CPM വിഷമം. അപ്പൊ PDPയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. PDPയുടെ പിന്തുണ ആർക്ക്? CPM. ഈ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ യാതൊരു പരിഭവവും ഇല്ല, അല്ലേ? എന്താണ് മദനിയെ കുറിച്ച് നേരത്തെ പറഞ്ഞത്? മദനിയെ കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ്, PRD ഇറക്കിയ ഒരു കോപ്പിയാണ്. എന്താ പറഞ്ഞത്? ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. മദനിയെ പിടിച്ച്, അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRDയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് LDF സർക്കാർ. ഇപ്പോ ആ മദനിയുടെ PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും. വെൽഫെയർ പാർട്ടി UDF പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് പഴയ ഞാൻ എല്ലാം വായിക്കാഞ്ഞിട്ടാണ്. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ. ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ്? LDF പിന്തുണയ്ക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരം. ഇത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ്, മുഖപ്രസംഗം. എന്നിട്ട് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? CPM സ്വീകരിക്കാം, LDF സ്വീകരിക്കാം, UDF സ്വീകരിക്കാൻ പാടില്ല. അത് എവിടുത്തെ പരിപാടിയാണ്? എന്ത് പരിപാടിയാണ്? അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയും. ഞാൻ പറയാം.